നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് പുറത്ത് വന്ന് കിടക്കുന്ന ന്യൂസ് പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കോളം കാണാണ്. അതിലേക്ക് നോക്കിയപ്പോൾ പതിവില്ലാത്ത വിചിത്രമായ ഒരു ക്ഷണമാണത്, ഒരു ഇൻവിറ്റേഷനാണ്. പത്രം വായിക്കുന്ന എല്ലാവർക്കും ഉള്ള ഇൻവിറ്റേഷനാണ്. നാട്ടിൽ അറിയപ്പെട്ട ഒരു കോടീശ്വരൻ, വലിയ പണക്കാരൻ, അദ്ദേഹം പുതിയ എന്തോ ബിസിനസ് പദ്ധതിക്ക് ഇറങ്ങിയിട്ട് ആ ബിസിനസ് അങ്ങനെ തന്നെ അവിടെ പൊളിഞ്ഞുപോയി. അതിന്റെ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി അയാളെ നാട്ടുകാരെ മുഴുവൻ വിരുന്നിന് വിളിക്കണം. ഭയങ്കര പാർട്ടിയും ഭയങ്കര ഡാൻസും പാട്ടും ഭക്ഷണവും ഒക്കെ ആക്കിയിട്ട് അയാള് നാട്ടിൽ അറിയപ്പെട്ട ഒരു കൺവെൻഷൻ സെന്ററിൽ ആളുകളെ വിളിച്ചു കൂട്ടാണ്. നമ്മളൊരു കൗതുകം എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി നോക്കി. ശരിയാണ്, നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്, എല്ലാ മതക്കാരും ജാതിക്കാരും ഉണ്ട്. അവിടെ വിളമ്പാത്ത ഭക്ഷണങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ചിന്തിക്കാണ്, പടച്ചോനെ എന്താണിത്? എനിക്കാണോ തലക്ക് എന്തെങ്കിലും സൂക്കേടല്ല ഈ പറഞ്ഞ വ്യക്തിക്കാണോ എന്തെങ്കിലും സൂക്കേടുള്ളത്? അയാളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അയാൾക്ക് വലിയ തുക നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും അയാൾ ആഘോഷിക്കാണ് അതിന്റെ പേരിൽ. നിങ്ങൾ അതിങ്ങനെ ചിന്തിച്ചാലോചിച്ച് ആകെ കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ പിറ്റേ ദിവസത്തെ പത്രം, ആ പത്രത്തില് വേറൊരു കോളം. ആ കോളത്തില് നാട്ടിലറിയപ്പെട്ട ഒരു പണക്കാരന്റെ 2 കിഡ്നിയും അടിച്ചുപോയി, അതിന്റെ പാർട്ടിയാണ്. ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോളങ്ങളും വാർത്തകളും നിങ്ങൾ കണ്ടാല് എന്തായിരിക്കും അവസ്ഥ? പടച്ചോൻ കൊടുത്ത അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്മാർ ആഘോഷിക്കാൻ നിന്നാൽ അത് എത്രമാത്രം വൈകൃതാണ്, എത്രമാത്രം മണ്ടത്തരാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇയാൾ എന്താ ഈ ജുമാക്ക് പള്ളിയിൽ വന്നിട്ട് പറയുന്നത് പടച്ചോൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എക്സാക്ട് ഇതേ വിഷയമാണ് കുറച്ച് 2 ദിവസം നമ്മൾ കണ്ടത്. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് 2025 എന്ന് പറയുന്നൊരു വർഷം അടർന്നു പോവാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അടങ്ങുന്ന ഒരു വർഷം അടർന്നങ്ങോട്ട് പോവാൻ. അതിനാണ് ആഘോഷം. 1 മണിവരെയും 2 മണിവരെയും ഉറക്കം ഒഴിഞ്ഞ് നിന്നിട്ട് പടക്കം പൊട്ടിക്കുക. ഉറങ്ങുന്ന ആൾക്കാർ ഉറങ്ങാൻ സമ്മതിക്കാതെ പടക്കം പൊട്ടിക്കുക, പാട്ടുപാടുക, ഗാനമേള നടത്തുക, പാർട്ടി നടത്തുക, കള്ളു കുടിക്കുക, കൂട്ടുകാര. എന്താ കാര്യം? ഒരു വർഷം പോയി കിട്ടി. മനുഷ്യന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള അനുഗ്രഹം കാര്യങ്ങൾ പണവും ആരോഗ്യവും സൗന്ദര്യവും കുടുംബവും നല്ല സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഅശറയിൽ വെച്ച് ഏറ്റവും കനത്തിൽ ചോദിക്കാൻ പോകുന്ന 2 അനുഗ്രഹങ്ങൾ അസ്സഹതു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യവും 2 സമയവുമാണ്. ഒഴിവ് സമയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ചുരുങ്ങിയ ആയുസ്സാണിത്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, യാത്രികരാണ്. എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? എറ്റേണിറ്റിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്, അനശ്വരതയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഈ യാത്രയുടെ വിവിധങ്ങളായ ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ യാത്രയുടെ 1ാമത്തെ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളുടെ രൂപത്തിലുണ്ടായ നമ്മളോട് ഉറപ്പ് ചോദിച്ചത്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഖാലൂ ബലാ വറബ്ബിനാ, അല്ലാഹു അതെ നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ആ സാക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഹിസാബില്ലാത്ത, കണക്ക് നോക്കാത്ത 2ാമതൊരു ഘട്ടം കൂടി ജന്നത്തിന്റെ മുന്നേ കഴിഞ്ഞു പോയത് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്താണ്. ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ ഭക്ഷണം തന്ന്, ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് അയൺ തന്ന്, ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യം തന്ന്, ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഓക്സിജൻ തന്ന് ഘട്ടം ഘട്ടമായി വളർത്തി നമുക്ക് കണ്ണും കാതും കയ്യും കാലും കൽവും കരളും കിഡ്നിയും എല്ലാം തന്ന് ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. ഈ ലോകത്ത് ജനിച്ചു വീണപ്പോ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ജീവിതത്തെയും മരണത്തെയും അല്ലാഹു തമാശക്ക് പഠിച്ചതല്ല, നേരം പോക്കിന് പഠിച്ചതല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും പഠിച്ചിട്ടുള്ളത്.
അത് തെളിയിക്കേണ്ട ഒരു അവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് ആയുസ്സൊന്നും പടച്ചോൻ നമുക്ക് തന്നിട്ടില്ല. ഉമ്മത്ത് മുഹമ്മദിന്റെ ആയുസ് എന്ന് പറയുന്നത് 63 53-ന്റെയും 63-ന്റെയും ഇടയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ 63-ന്റെയും 73-ന്റെയും ഇടയിൽ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വളരെ ചുരുങ്ങിയ ആയുസ്, ഈ ആയുസിനെ കുറിച്ച് മാശറയിൽ നമ്മൾ ബേക്കോട്ട് നോക്കുമ്പോൾ, പിറകിലോട്ട് നോക്കുമ്പോൾ ഈ ആയുസിനെ കുറിച്ച് നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് പരിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി വിവരിച്ചു തന്നത്. സൂറത്തുൻ നാസിആത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയാൻ കഅന്നഹും യൗമ യറൗനഹാ, അന്ത്യനാൾ അവർ കാണുമ്പോ, അഹ്ശറിന്റെ മൈതാനി അവർ കാണുമ്പോ, മാശറയിൽ അവരെത്തുമ്പോ, ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു പ്രഭാതമോ പ്രദോഷമോ അല്ലാതെ അവർ ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്നവർക്ക് തോന്നിപ്പോകുന്നതാണ്. അത്രത്തോളം ചുരുങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം എന്ന് പറയുന്നത്, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു വിശദീകരിച്ചതെന്താണ്? ഇഅ്ലമൂ, നിങ്ങൾ അറിയണമെന്നാണ്, ചിന്തിക്കണമെന്നാണ്, പഠിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ദുനിയാവ്? അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിനെ പടച്ച, ഈ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളെ പടച്ച, സമ്പത്ത് പടച്ച, എല്ലാം പടച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത്. അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിയണം കൂട്ടരെ. ലഅബു, കളി വിനോദം മാത്രമാണ്, കളിയാണ്, വിനോദമാണ്, സീരിയസ് ആയ ഒരു വിഷയമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഗൗരവതരമായ വിഷയമല്ല ദുനിയാവെന്ന് പറയുന്നത്. ലഅബും വലഹു, അല്ലാഹുവിന്റെ ഭാഷയിൽ കളി വിനോദം മാത്രമാണ്. വതഫാഖുറും ബൈനകും, നിങ്ങൾക്കിടയിൽ ഫഖർ നടിക്കലാണ്. ഞാനാണ് വലുത്, നീയാണ് വലുത്, എന്റെ സമ്പത്താണ് വലുത്, എന്റെ സന്താനങ്ങളാണ് വലുത്. വതഫാഖുറും ബൈനകും, പരസ്പരം ഫഖർ നടിക്കലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും വിഷയത്തിൽ പരസ്പരം പെരുമ നടിക്കൽ മാത്രമാണ് ഈ ദുനിയാവിന്റെ അന്തസ്സത്ത് എന്ന് പറയുന്നത്. ആകെ തുക എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ലഅബും വലഹു, കളിയും വിനോദവുമാണ്. വസീനത്തും, നശിച്ചു പോകുന്ന സൗന്ദര്യമാണ്. ഫഖറാണ്, കത്തറാണ്. ഈ 5 കാര്യമല്ലാതെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു അസലില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഖീമത്തില്ല എന്ന് പടച്ചറബ് വളരെ കൃത്യമായി പറഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഉദാഹരണവും പറഞ്ഞിരുന്നു. കമസലി ഗൈത്ത്, മഴയെ പോലെയാണ്. ആ മഴയുടെ പ്രത്യേകത എന്താണ്? അജബൽ കുഫാറ നബാതു, കൃഷിക്കാർ ആ മഴ ഇങ്ങനെ പെയ്യുമ്പോ, ആ മഴ പെയ്തുകൊണ്ട് അവരുടെ കൃഷിയിടത്തിലേക്ക് ആ മഴ എത്തിക്കഴിഞ്ഞാൽ ആ വിളവിങ്ങനെ പൂത്തു നിൽക്കുന്ന സമയം, അറ്റമില്ലാത്ത ആ കൃഷിഭൂമിയിൽ പച്ചപ്പിങ്ങനെ വിരിച്ചു നിൽക്കുന്ന സമയം കൃഷിക്കാർക്ക് കണ്ണഞ്ചി പോകാറുണ്ട്, അവർ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അജബൽ കുഫാറ നബാതു തുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ, എന്നിട്ട് ആ പച്ചപ്പത അധികം നാളിന്റെ ഉള്ളിലല്ലാതെ അതിങ്ങനെ മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്, ചാരനിറത്തിലേക്ക് മാറുകയാണ്. കുറച്ചുകൂടി ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോ അങ്ങനെ ഒരു പച്ചപ്പവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വിളവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പിക്കാത്ത തരത്തിൽ അത് കത്തിക്കരിഞ്ഞ് ഇല്ലാതെയായി പോകുകയാണ്. ഇതാണ് ദുനിയാവ്. ഒരു മഴയുടെ ആധിക്യത്തിലുണ്ടാകുന്ന പച്ചപ്പിന്റെ ആ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമുണ്ടല്ലോ, നാളെയോ മറ്റന്നാളെയോ നശിച്ചു പോകാനിരിക്കുന്ന ആ സൗന്ദര്യം മാത്രമാണ് ദുനിയാവ്. രണ്ട് കാര്യങ്ങളാണ് പരലോകത്തുള്ളത്, 2 വിഭാഗം കാര്യങ്ങളാണ് പരലോകത്തുള്ളത്. ഒന്ന് കഠിനമായ ശിക്ഷയാണ്, രണ്ടാമത്തത് അല്ലാഹുവിന്റെ പാപമോചനവും തൃപ്തിയുമാണ്. ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമാണ്. മതാഉൽ ഖുറൂർ, ചതിക്കുന്ന വഞ്ചിക്കുന്ന വിഭവമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു കൃത്യമായിട്ടാണ് ആ ആയത്ത് വിശദീകരിച്ചത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മൾ ഭയങ്കര വില തോന്നുന്ന സംഗതികളുണ്ടല്ലോ, അതിന് പലതിനും കൃത്രിമമായ വാല്യൂ ആണുള്ളത്, കൃത്രിമമായ മൂല്യമാണുള്ളത്. അപ്പൊ സ്വർണത്തിന്റെ വില എത്ര അടിച്ചു കയറാണ്, പവന് 1,00,000 മേലെ. യുവാക്കളൊക്കെ ഇപ്പോ മഹർ കൊടുക്കുന്നത് സ്വർണത്തിൽ നിന്ന് മാറിയിട്ട് വെള്ളിയാക്കിയാലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ, അടിച്ചു കയറാൻ. പക്ഷെ ഒരു മരുഭൂമിയിൽ കുടുങ്ങിയ മനുഷ്യൻ, ആ മനുഷ്യനെ ദാഹിച്ചു വഴഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ ഒരു കയ്യിൽ നിങ്ങൾ 1 കിലോ സ്വർണവും മറ്റേ കയ്യിൽ 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ സ്വർണം പുറങ്കാലുണ്ട് ചവിട്ടും.
കാരണം സ്വർണത്തിൻ്റെതായ വാല്യൂ ഇല്ല. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിൽ നമ്മൾ വലിയ വിലയും നിലയും കൽപ്പിക്കുന്ന പലതിനും സ്വന്തമായി വാല്യൂ ഇല്ല. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കൃത്രിമമായ വാല്യൂ ആണ്, ഫേക്ക് വാല്യൂ ആണ്, ആർട്ടിഫിഷ്യൽ വാല്യൂ ആണ്. അതാണ് പഠിച്ചോ പറഞ്ഞത്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ചതിക്കുന്ന ഒരു വിഭവമാണ് ദുനിയാവ്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം. എന്താണ് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത്? നിന്റെ മാന്യനായ റബ്ബിനെ തൊട്ട്, നിന്റെ ഉന്നതനായ, നിന്റെ കരീമായ രക്ഷിതാവിനെ തൊട്ട് നിന്നെ എന്താണ് വഞ്ചിച്ച് കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ് സൂറത്തി മാ ശാഅ റക്കബക. നിനക്ക് ഈ ആകാരവടിവും കായബലവും നിനക്ക് ഈ ശരീരവും സൗന്ദര്യവും ബുദ്ധിയും എല്ലാം തന്ന നിന്റെ റബ്ബിനെ തൊട്ട് എന്താണ് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലൽ ആഖിറതു ലഹിയൽ ഹയവാൻ. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോകത്തെ ജീവിതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെക്കാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ദുനിയാവിൽ അല്ലാഹു തന്ന കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയം പോകുമ്പോൾ നമുക്ക് ബേജാറാണ് ഉണ്ടാവേണ്ടത്, നമുക്ക് പ്രയാസം ഉണ്ടാവേണ്ടത്. ഒരു വർഷം കടന്നുപോയല്ലോ എന്ന് ചിന്തിച്ച് ആഘോഷിക്കുന്ന മൂഢന്മാരിൽ നമ്മൾ വിട്ടുപോകരുത്, ആഘോഷിക്കുന്ന വിഡ്ഢികളിൽ നമ്മൾ വിട്ടുപോകരുത്. കൊടിഞ്ഞു പോകുന്ന ഓരോ വർഷങ്ങളും പ്രിയപ്പെട്ടവരെ സ്വന്തമായി ഹിസാബ് ചെയ്യാനുള്ള അവസരമാണ്. സ്വന്തമായി നമ്മളൊക്കെ ഹിസാബ് ചെയ്യും. ആ അവസരത്തിന് മുന്നേ ഈ ദുനിയാവിൽ വെച്ച് ഹിസാബിന് നമ്മൾ തയ്യാറാവണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ പറയുന്നുണ്ട്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ളാഇറഹു ഫി ഉനുഖി. ഓരോ മനുഷ്യന്റെയും ശകുനത്തെ അവന്റെ തോളത്ത്, അവന്റെ പെരടിയിൽ ഞാൻ ചുറ്റിവെച്ചിട്ടുണ്ട്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറ. തുറക്കപ്പെട്ട കിതാബായിട്ട് ഖിയാമത്ത് നാളിൽ ഞാൻ ആ ശകുനത്തെ അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെയോ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെയോ നിനക്ക് ശിക്ഷ വിധിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിന്റെയോ ആവശ്യമില്ല. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. സ്വന്തത്തിനെ തന്നെ നിനക്ക് വിചാരണ ചെയ്യാൻ കഴിയും. കാരണം നിന്റെ ജീവിതത്തിന്റെ ഇടവും വലവും മുന്നും പിന്നും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളെയും ആട്ടങ്ങളെയും അനക്കങ്ങളെയും ഞരക്കങ്ങളെയും വാക്കുകളെയും ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വായിച്ചാൽ മതി, മനസ്സിലാവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ. അതിന്റെ മുന്നേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ തുറച്ചു വെച്ച് കൂട്ടിയും കിഴിച്ചും കുടിച്ചും ഹരിച്ചും 1000 തവണ നമ്മൾ നോക്കണം. എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയത്, എവിടെയാണ് ഞാൻ എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്ന് 1000 തവണ കൂട്ടിയും കിഴിച്ചും നോക്കണം പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാവുക, അവിടെയാണ് നമുക്ക് ബോധമുണ്ടാവുക. ഈ ബോധം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവട്ടോ. ഏത് അവസരത്തിൽ എന്നറിയോ? മരണത്തിന്റെ അവസരത്തിൽ. മനുഷ്യരെ തിരിച്ചറിവ് വരുന്ന 2 അവസരങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് 2 അവസരങ്ങൾ. അതിൽ ഒന്നാമത്തെ അവസരം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോഴാണ്. മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ തിരിച്ചറിവ് വരാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. എല്ലാ മനുഷ്യന്മാരും പറയും ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. റബ്ബേ, ഞാൻ ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നീ എനിക്ക് തരുമോ അല്ലാഹ്? ഞാൻ ചെയ്യാതെ പോയ അവഗണിച്ചു കളഞ്ഞ കർമ്മങ്ങളൊന്ന് ചെയ്യാനുള്ള ഭാഗ്യം നീ എനിക്ക് തരുമോ റബ്ബേ എന്ന് ഓരോ മനുഷ്യരും ചോദിക്കുന്നതാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അത് കേവലം വ്യർത്ഥമായ വർത്തമാനം മാത്രമാണ്, സ്വീകരിക്കപ്പെടുകയില്ല, കേൾക്കപ്പെടുകയില്ല, പരിഗണിക്കപ്പെടുകയില്ല. അതെല്ലാ മുനാഫിക്കുകളും പറയുന്നതാണ്, എല്ലാ മുസ്ലിമുകളും പറയുന്നതാണ്, എല്ലാ മുശ്രിക്കുകളും പറയുന്നതാണ്. അതൊരിക്കലും പരിഗണിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ആ സമയത്തുള്ള തിരിച്ചറിവിനെ കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് കിട്ടിയ ഓരോ ദിവസവും നാം നമ്മുടെ സ്വന്തത്തെ മുഹാസബ ചെയ്യണം, സ്വന്തത്തെ വിചാരണ ചെയ്യണം, സ്വന്തത്തോട് ചോദിക്കണം, എവിടെയാണ് എനിക്ക് പിഴച്ചത്, എവിടെയാണ് എനിക്ക് കണക്കുകൾ തെറ്റിയത്, എവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്ന കണക്ക് നോക്കലാകണം. ഓരോ ദിവസവും, ഒരു വർഷത്തിന് കാത്തിക്കരുത്, ഓരോ ദിവസവും രാത്രി വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് കച്ചവടമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് സ്വന്തത്തോട് സംസാരിക്കാൻ മാറ്റി വെക്കണം പ്രിയപ്പെട്ടവരെ. സ്വന്തത്തോട് ചോദിക്കണം, ഇന്ന് ഞാൻ ആരെങ്കിലും മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോ, എന്റെ റബ്ബിനറിയാത്ത എന്തെങ്കിലും ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടോ, നന്മയുടെ അവസരങ്ങൾ ഞാൻ എന്തെങ്കിലും ഇന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ സ്വന്തത്തോട് ചോദിച്ച് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, ഓരോ ആഴ്ചയും കടന്നു പോകുമ്പോൾ, ഓരോ മാസവും കടന്നു പോകുമ്പോൾ സ്വന്തത്തിനോടുള്ള കണക്കെടുപ്പ് നടത്താനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതമാകുന്ന സമയമാകുന്ന ഈ വലിയ അവസരത്തെ നഷ്ടപ്പെടുത്തുന്ന ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഒരിക്കലും ഉൾപ്പെടുത്തില്ലേ അല്ലാഹ്. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മക്ക് വേണ്ടി വന്നു കിട്ടുന്ന അവസരങ്ങൾ അത് ഇത്രമാത്രം ജാഗ്രതയോടെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഉപയോഗിച്ചത് എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യൻ, ഒരു ദരിദ്രനായ മനുഷ്യൻ വന്നിട്ട് ആരാണ് എനിക്ക് കുറച്ച് ഭക്ഷണം തരാമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സദസ്സിലുള്ള സഹാബികളെ നോക്കി. പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രവാചകന്റെ വീട്ടിലൊന്നുമില്ല, അക്ഷരാർത്ഥത്തിലൊന്നുമില്ല. അങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ 10, 40, 50 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ പണ്ടത്തെ ഓർമ്മയിൽ ഉണ്ടായിട്ടുണ്ടാവും. അവരൊക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച തലമുറ. ഇന്നത്തെ തലമുറക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ആയിരക്കണക്കിന് അനുയായികളുടെ അനിഷേധ്യ നേതാവാണ്. പ്രവാചകന്റെ വീട്ടിൽ ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, കൂട്ടിക്കൊണ്ടുവരും. എന്തിനാ കൂട്ടിക്കൊണ്ടുവരും? വീട്ടിൽ ഭക്ഷണം കൂടിയിട്ട് ടേസ്റ്റാക്കി കളയാൻ നിൽക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവിടെ വീട്ടിലുള്ളത് ഭാര്യക്കും മക്കൾക്കും മാത്രം കഴിക്കാനുള്ള ഭക്ഷണമാണ്. എന്നിട്ട് ഭാര്യയായിട്ട് സംസാരിച്ച് അവരെന്താ ചെയ്തറിയോ? വിളക്കിന്റെ തിരി ചെറുതാക്കി വെച്ചു. എന്നിട്ട് ആ ഇരുട്ടത്ത് ആ അതിഥിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ആ കുടുംബം അഭിനയിച്ചു. എന്തിനാണെന്നറിയോ? ആ അതിഥിക്ക് മനസ്സങ്കോട്ടില്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയോട് പറഞ്ഞു, തൽഹ, നിങ്ങളുടെ ഇന്നലത്തെ പ്രവർത്തനം അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു വല്ലാതെ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവും ഉണ്ടായപ്പോൾ ഒരു നന്മയുടെ അവസരം താഴേക്ക് വീഴാന്ന് വിചാരിക്കുക, അത് തറയിൽ തൊടാൻ അവർ അനുവദിച്ചിരുന്നില്ല. അവർ ചാടി പിടിക്കും, അത് ഉപയോഗിക്കും, അവർ കൃത്യമായിട്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് നോമ്പുണ്ടായ ഒരു ദിവസം ഒരാൾ ഹദിയയായിട്ട് ഒരു വലിയ തുക അവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. വൈകുന്നേരം ആകുമ്പോഴേക്ക് അത് മുഴുവനും ദാനം ചെയ്തു കൊടുത്തു. 1 രൂപ പോലും ബാക്കിയില്ലാതെ മുഴുവനും ദാനം ചെയ്തു. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയത്ത് വൃത്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മുഅ്മിനീൻ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ബാക്കിയാക്കിയിരുന്നെങ്കിൽ നോമ്പ് തുറക്കാനുള്ള വല്ല വകയും നമുക്ക് ഒപ്പിക്കായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, അത് നീ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. നോക്കൂ, നിങ്ങൾ കയ്യിൽ പണം വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് പരലോകത്തെന്തെങ്കിലും നേടാനുള്ള ഒരു അഭിവാഞ്ചയും ത്വരയുമായിരുന്നു അവരുടെ ജീവിതത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ അത്യാവശ്യം നല്ല അറിയപ്പെട്ട ഒരു പണക്കാരനാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ പോവാൻ നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പാദ്യത്തിന്റെ 10-1 പോലും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. 10-1 പോലും ബാക്കിയില്ല. എങ്ങനെയാ തീർന്നത്? ബിലാലിനെ പോലെയുള്ള ഒരുപാട് അടിമകളെ മുരിപ്പിച്ചു. ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ പേരിൽ അടികൊണ്ട, പീഡനങ്ങളേറ്റ, പ്രയാസങ്ങളേറ്റ ആളുകളെ അടിമമോചനത്തിന് വേണ്ടി തന്റെ സമ്പത്ത് നിർലോഭം ചെലവഴിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് തീർന്നു പോയത്. അങ്ങനെ എത്രയെത്ര അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലുള്ള എത്രായിരക്കണക്കിന് സഹാബികളെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടാന്ന് വെച്ചു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരാണ് മിസ്അബ്? മക്കയിലെ ട്രെൻഡ് സെറ്ററാണ്. ഇന്നിപ്പോ കാണുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്കിടയിൽ കാണാൻ എന്തെങ്കിലും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുടി വെട്ട, അതിനനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക, അതിനനുസരിച്ച് പിന്നെ കുറെ കാട്ടായങ്ങൾ കാട്ടുക. അതേപോലെ മക്കയിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമായിരുന്നു മക്കയിലെ യുവാക്കൾക്കിടയിൽ പുതിയ വസ്ത്രത്തിന്റെ ട്രെൻഡ് കൊണ്ടുവന്നിരുന്നത്, പുതിയ അത്തറിന്റെ ട്രെൻഡ് കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹം എല്ലാം വലിച്ചെറിഞ്ഞു, സകല സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ ഇസ്ലാമിക അംബാസഡറായി, ഒന്നാമത്തെ എൻവോയി ആയി മദീനയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. ആ മദീനയിൽ ഒരു പരമദരിദ്രനെ പോലെ, ഒരു ഫഖീറിനെ പോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ദഅവത്ത് നടന്നു. അവസാനം ഉഹുദ് യുദ്ധത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തെ മുഴുവനായും മറക്കാനുള്ള തുണി പോലും സ്വന്തമായിട്ട് മറക്കാനുള്ള തുണി പോലും ഇല്ലാതെ പുല്ല് വെച്ച് കാല് മറച്ചിട്ടാണ് ആ മഹാമനീഷിയെ മണ്ണിനടിയിലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ എടുത്തു വെക്കുന്നത്. ദാരിദ്ര്യം സ്വീകരിച്ചു, അസമാധാനം സ്വീകരിച്ചു, സ്വന്തം ചങ്കിലെ ചോര പറയാൻ വെച്ചു. നന്മക്കുള്ള അവസരങ്ങൾ മുഴുവൻ അവർ കൃത്യമായി ഉപയോഗിച്ചു. അവരമാന്തിച്ചു നിന്നില്ല, നാളേക്ക് കാത്തു നിന്നില്ല. ഇനി അടുത്ത കൊല്ലം നന്നാവാം, ഇനി അടുത്ത ജനുവരി 1 വരട്ടെ, അന്ന് നന്നാവാം, അടുത്ത ആഴ്ച ആവട്ടെ, അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ, അന്ന് നന്നാവാം, ഇനി വരുന്ന അടുത്ത റമദാൻ ആവട്ടെ, അന്ന് നന്നാവാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പോയത്തമാണത്, ഏറ്റവും വലിയ വിഡ്ഢിത്തമാണത്. നാളേക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അവസരമാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് അറിയില്ല. നോക്കൂ, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും 2ാമത്തെ റക്അത്തിൽ കേൾക്കുന്ന സൂറത്തുൽ മുനാഫിഖൂനിലെ 10-11 ആയത്തുകൾ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി
മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുന്നേ അള്ളാഹു തന്ന സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊള്ളുക. ആ മരണം വന്നെത്തി കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞ പോയിന്റാണത്. അള്ളാഹു പറയണത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്തഖ വഅകും മിനസ് സാലിഹീൻ. എനിക്ക് കുറച്ചു നേരം, വളരെ സമീപമായ ഒരു അവധി, 1 മണിക്കൂറോ 2 മണിക്കൂറോ, എന്തിനാ? ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാനല്ല. ഞാൻ എന്റെ മക്കളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു സിഗരറ്റ് കൂടി ഒന്ന് വലിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു കപ്പ് കള്ളുകൂടി ഒന്ന് കുടിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ കൂടി ഒന്ന് കാണട്ടെ, ഒരു മ്യൂസിക് കൂടി ഒന്ന് കേൾക്കട്ടെ, ഞാൻ എന്റെ കൂട്ടുകാരുടെ ഒന്ന്, ഇതൊന്നും വേണ്ട. എന്റെ ഭാര്യയെ കാണണ്ട, മക്കളെ കാണണ്ട, കുടുംബക്കാരെ കാണണ്ട, ആരെയും എനിക്ക് കാണണ്ട, ജീവിതത്തിൽ ഒരു ആസ്വാദനവും വേണ്ട. 1 മണിക്കൂർ തന്ന പഠിച്ചോനെ, എനിക്ക് നീ തന്ന സമ്പാദ്യം മുഴുവൻ നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ച് അടിച്ചരാം. എനിക്ക് നീ തന്ന സമ്പാദ്യം മുഴുവൻ നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ച് കാണിച്ചു തരാം. എന്റെ ജീവിതത്തിലെ സകല കേടുകളും ഞാൻ കഴുകി ശുദ്ധിയാക്കി ഞാൻ കാണിച്ചു തരാം റബ്ബേ. അള്ളാന്റെ മറുപടി എന്താ അറിയും? എത്ര കേട് കരഞ്ഞു പറഞ്ഞാലും അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ റൂഹ് പിടിക്കാതെ വന്ന മലക്കുകൾ തിരിച്ചു പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന് മുന്നേയുള്ള ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്, അതിന് മുന്നേയുള്ള ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അതൊക്കെ കടന്നു പോകുമ്പോൾ, ആ സെക്കൻഡുകളും ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോകുമ്പോൾ ആഘോഷിക്കുന്ന ഹതഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ടവരെ, നമ്മളതിൽ ഉൾപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് അറിയില്ല. ദാരിദ്ര്യമൊക്കെ കുറെ മാറിയല്ലോ. ദാരിദ്ര്യത്തിന്റെയും അതുപോലെ തന്നെ കോവിഡ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഒന്ന് മാറി നിന്നപ്പോ നമ്മൾ പറയില്ലേ, എല്ലിക്കുറ്റിയ പ്രശ്നം എന്നറിയില്ല, അതേപോലെ ജനങ്ങൾ ഇങ്ങനെ വിവാഹത്തിന്റെ രംഗത്തായാലും ഈ പറയുന്ന ആഘോഷങ്ങളുടെ രംഗത്തായാലും മാതിരി കവിഞ്ഞ് കൂത്താടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അത്തരം ആളുകളിൽ നിന്ന് നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ലാഹു ഒരിക്കലും അമിതമായി സന്തോഷിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ചരിത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ. അബൂജഹലിനെയും കൂട്ടരെയും ബദറിന്റെ ഭൂമിയിലെ തലേ ദിവസം അവർ കള്ളുകുടിച്ച് കൂത്താടി നൃത്തം ചെയ്തു ആഘോഷിക്കായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിച്ചു. അതുപോലെ തന്നെ അബ്രഹത്തിന്റെ പട്ടാളം കാബം തകർക്കാൻ വരുന്നതിന്റെ മുന്നേ കൂത്താടുകയായിരുന്നു. അല്ലാഹു വൈക്കോൽ കൂന പോലെ, ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂന പോലെയായി ടൈറ്റാനിക് എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കന്യാത്ര തുടങ്ങുമ്പോൾ കൂത്താടുകയായിരുന്നു. പടച്ചോനെ പോലും വെല്ലുവിളിച്ചു. ഒരു കന്യാത്ര പോലും അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അള്ളാഹു പിടികൂടി. അള്ളാഹുവിന്റെ അദാബും അള്ളാഹുവിന്റെ ശിക്ഷയും അള്ളാഹുവിന്റെ പിടികൂടൽ പ്രിയപ്പെട്ടവരെ ഇരന്നു വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ, ചോദിച്ചു വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിവുള്ള മനുഷ്യരായി നമ്മെ ഏവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.